ഇതാണ് കാര്യം. ഇനി അടുത്തത്, ഇതൊരു കൂട്ടമർദ്ദന. ഇത് ഏതാണ്ട് എന്നെ കല്ലെടുത്തെറിയാനായിട്ട് കണ്ടാൽ മതി. അതായത് ഇബിലീസിനെ കല്ലെടുത്തെറിയ, ഇതാണ് ആ പരിപാടി. പഴയ കാലത്ത് ഇത്രേ ഉണ്ടാവുള്ളൂ. ഏതാണ്ട് ഒരു 4 അടി ഉയരത്തിലുള്ള 5 അടി ഉയരത്തിലുള്ള ഒരു കെട്ട് കെട്ടിവെച്ച് ഇതുപോലത്തെ 3 ഉണ്ട്. ഇതിന്റെ കഥ എന്തിനാ ഞങ്ങൾ ഇത്ര തിരക്ക് കൂട്ടി എറിയുന്നതെന്ന് അറിയാം നിങ്ങള്? ഇബിലീസിനെയാണ് എറിയുന്നത്. ഇന്ന് ആ ഇബിലീസിനെ എനിക്ക് കിട്ടുകയാണ്, ഞാൻ ഇവിടെ കൊണ്ടുവന്ന് അയാൾക്ക് ദേശീയ അവാർഡ് കൊടുക്കും. എറിഞ്ഞ കഥ നിങ്ങൾ കേൾക്കണം. ഇബിലീസ് ഇബ്രാഹിം നബി ഒരു സ്വപ്നം വന്ന് മകനെ ഒന്ന് വെട്ടിക്കാളാണ് കൊണ്ട് ഒരു പാറകലിന്റെ മുകളിൽ വെച്ച് വിരിച്ചത് നിർത്തി പോസ്റ്റ്മോർട്ടത്തിന് ഒരുങ്ങ. കത്തിയൊക്കെ എടുത്ത് കൈ പിടിച്ചപ്പോ തൊട്ടപ്പുറത്ത് ഒരുത്തം പറഞ്ഞു, ഡാ വെട്ടല്ലേ, അത് ചെറിയ കുട്ടിയാ, നിന്റെ ഇലാഹോ തമ്പുരാൻ എന്തോ തോന്നി എന്ന് പറഞ്ഞാൽ അതിനെ പിടിച്ച് വെട്ടാൻ പാടില്ല, നിനക്ക് കുട്ടി ഒന്നല്ലേ ഉള്ളൂ, ബുദ്ധിമുട്ടാകെ ചെയ്യരുത്, തെറ്റാണ്. അപ്പൊ ഒരു കല്ലെടുത്തൊരു ഏറ്, അതാണ് ഇബിലീസ്. പോടാ, എന്റെ ഇലാഹു പറഞ്ഞിട്ടുണ്ട് വെട്ടിക്കോളാൻ. ഈ ഇബിലീസ് തൊട്ടപ്പുറത്ത് പോയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പം പിന്നെ അടുത്ത കത്തി വീണ്ടും എടുത്തിട്ട് 2ാമത് വെട്ടാൻ ഇറങ്ങുമ്പോ, ഇബ്രാഹിം ചെയ്യല്ലേ, ഞാനാ പറയുന്നത്, നീ ആരാ മിണ്ടുന്നില്ല, വെട്ടാനൊരുങ്ങി, നീ എന്നെ ബുദ്ധിമുട്ടാക്കല്ലേ, മാറി നിൽക്ക്, പറ്റൂല. അടുത്തൊരു കല്ലെടുത്ത് വീണ്ടും ഇറങ്ങി. അപ്പൊ 2ാമത്തെ സ്ഥലത്ത് ഇരുന്നല്ലോ. വീണ്ടും അവിടുന്ന് പോയി 3ാമത്തെ സ്ഥലത്ത് ഇരുന്ന്. ആ ഇരുന്നിടത്തുനിന്ന് വീണ്ടും ഇബ്രാഹിം കല്ലെടുത്ത് എറിഞ്ഞ് സൈ കെട്ടിട്ട് അവൻ ദൂരത്ത് വിളിച്ചു പറയാണ്, നീ ചെയ്യുന്നത് തെറ്റാണ്. അപ്പൊ നീ ചെയ്യുന്നത് തെറ്റാണെന്ന് പറഞ്ഞപ്പോ സഹിക്കാൻ കഴിയാതെ അറക്കാൻ ഒരുങ്ങിയപ്പോ അപ്പുറത്തൊരു ആട്ടുംകുട്ടി ആഹോ അതാ ദൈവം ഇറക്കിയിരിക്കുന്നു, അതിനെ പിടിച്ചോന്നു. ചിന്തിച്ചു നോക്കി, എത്ര നല്ല മനുഷ്യനായി ഇബിലീസ് അല്ലേ. ആ കൊല എനിക്ക് കാണാൻ കഴിയൂല എന്നാ പറഞ്ഞതാണ്. എനിക്ക് ആ കൊല കാണാൻ കഴിയൂല, എന്റെ മനസ്സ് വേദനിക്കുന്നുണ്ടെന്നാ ഇബിലീസ് പറഞ്ഞത്. അത് മനസ്സിലാക്കാൻ കഴിയട്ടെ നമുക്ക്. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, ഇപ്പൊ ഇബിലീസ് ഇവിടെ എവിടെയെങ്കിലും ആളിന്റെ പുറത്തുണ്ട്, ഞാൻ കൂട്ടിക്കൊണ്ടുവരും. കാരണം അങ്ങനെ എറിയേണ്ടവനല്ല. എന്നാ കഴിഞ്ഞോ? അത് കഴിഞ്ഞപ്പോ സൗദി ഗവൺമെന്റ് ഇങ്ങനെ വളരാൻ തുടങ്ങി, കഅബ ഇങ്ങനെ വളരാൻ തുടങ്ങി, സാമ്പത്തികം വളരാൻ തുടങ്ങി, വിശ്വാസി വളരാൻ തുടങ്ങി. അപ്പൊ ഇതിന്റെ ഒരു നീളം ഏതാണ്ട് ഒരു 15 അടി അതും വളർന്ന്. അതാണ് ഇബിലീസാണ് ഈ വളരുന്നത്. ഇബിലീസാണ് ഈ വളരുന്നത്. നോക്കണം, ഇത് നമ്മൾ വളർത്തുകയാണ് ഇബിലീസിനെ ഇത്ര ഉയരത്തിലേക്ക് എത്തിച്ച്. വീണ്ടും വിശ്വാസി 40 ലക്ഷമായി, സൗദിന്റെ ഡോളർ കണക്കിനായി, മുനാര ഏതാണ്ട് 100 അടിയോളായി. അവിടെ വിടൂല, അതാ പൊന്തി. ആരാ പൊക്കിയത്? ഇബിലീസിന്റെ പണിയെടുത്ത് കഷ്ടപ്പെട്ടതാണ്. വളരും ഞാൻ വാനോളം, ഇബിലീസും വളരും. ഇങ്ങനെ തന്നെ വിശ്വാസിന്റെ എണ്ണം കൂടിയാൽ ഇതിന്റെ എണ്ണം കൂടും, പൊങ്ങി പൊങ്ങി മുകളിലെത്തും, ഒരു സംശയം വേണ്ട. എന്തൊരു കാബാസാണ് ഇതൊക്കെ. ഒരു ഇബിലീസിനെയാണ് പറ്റെങ്കിൽ അതിനെ 4 കല്ലെടുത്ത് ചെറുതാക്കി താഴോട്ടാക്കല്ലേ വേണ്ടത്. ഇബിലീസ് ചെറുതാക്കണം എന്നല്ലേ പറയേണ്ടത്. ഇതിന് കോൺക്രീറ്റ് ഇട്ട് അതോ വേണ്ട, തേപ്പ് നടത്തൂല ഇബിലീസാണെന്ന് പറഞ്ഞാൽ അതും കുഴപ്പമില്ല. അല്ല, മിനിക്കിട്ട് മാർബിളൊക്കെ കയറ്റി. അപ്പൊ അതിന്റെ മുകളിൽ ഇബിലീസിനെ ഇതൊക്കെ കാണണം, ഇതൊക്കെ സഹിക്കണം നമ്മള്.